ഇത് കണ്ടില്ലേ, നമ്മുടെ കൂട്ടിൽ കിടക്കുന്ന വലിയ സിംബയുണ്ടല്ലോ, അവൻ എന്തിനാ കൂട്ടിലിടുന്നത്, പുറത്തേക്ക് വിട്ടുകൂടാന്ന് എല്ലാവരും ചോദിക്കണ്ട. ഇതാ കൂട്ടിൽ കിടക്കണവന് ഫുഡ് കൊടുക്കാൻ പോയതാ, നല്ലൊരു കടി കിട്ടി. നമുക്ക് ഇനി കടിക്കണോ മാന്തണോ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് കൊണ്ട് കളയാൻ പറ്റും? സമാധാനമായില്ലേ? എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഫുഡ് കൊടുക്കണം നോക്കണതൊക്കെ ഇക്കയാണ്. പാവം നോക്ക്, നല്ല കടി കിട്ടി. പക്ഷെ എന്താ ചെയ്യുക, നാളെ പോയി ടീറ്റി അടിക്കണം കേട്ടോ. ഒരുപാട് സ്നേഹിക്കാൻ പോണ്ട അതിന്, എന്ത് കുഴപ്പമില്ലാന്ന്. ഞാൻ അവിടെ അതാ കോഴിക്കാല് വേവിച്ച് വെച്ചിട്ടുണ്ട്, അവിടെ രണ്ടെണ്ണം മണം പിടിച്ച് മുടങ്ങ. ഇപ്പം അത് മേത്ത് വലിയ തട്ടി അതോ ചൂടാറിയിട്ട് തരാം. ഇങ്ങോട്ട് പോ, കഴിക്കാൻ കൊടുക്കാൻ കോഴിക്കാല് വെച്ചിട്ട് കൊടുക്കണം. നമ്മുടെ ഓറിയോ എന്താ, നമ്മുടെ കുഞ്ഞുമണി ഇവിടെ ഉണ്ട്. ഓറിയും മിന്നും നമ്മൾ കൂട്ടിലിട്ടിട്ടുള്ളത് എന്താ വെച്ചാൽ കുട്ടാപ്പിൻ്റെ കൂടെ തല്ല് പിടിക്കുന്നതുകൊണ്ട് കൂട്ടിലിട്ടിരിക്കുന്നത്. അവർക്ക് ഭക്ഷണം വെള്ളം ഇതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കും. കുഞ്ഞുമണി ഇവിടെ വാ, കുഞ്ഞാ സിംബ. ചെറിയ സിംബ ഇപ്പുറത്തെ നമ്മുടെ അപ്പുറത്തെ ഷെഡിനകത്തുണ്ട്. ചെറിയ സിംബ, കുഞ്ഞുമണി എല്ലാവരും ഉണ്ട്. കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടതിൽ കാണിക്കുന്നുണ്ടല്ലോ, ഞാൻ അങ്ങനെ വലിയ വീഡിയോ ആയിട്ട് ഇടുന്നില്ല എന്നുള്ളൂ, കുഞ്ഞു വീഡിയോ ആയിട്ട് കാണിക്കുന്നുണ്ട് എല്ലാവരും. ഇപ്പം ഇവർ കുറച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറക്കുമ്പോൾ ഇതാണ് ചെറിയ സിംബ. വലിയ സിംബ കൂട്ടി കിടക്കുന്നുണ്ട്. പൊന്നാ കുഞ്ഞുമണി എവിടെ? കോഴിക്കാൽ ആറാ വെച്ചിട്ട് തരാട്ടെ പൊന്നാ. തരാട്ടാ. പിന്നെ എത്ര പ്രാവശ്യമാണ് പറയുന്നു, ഓരോരുത്തർക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഇതിൻ്റെ ഷെഡിൽ എല്ലാവരും ഇട്ടിട്ട് നോക്കിയിട്ട് കുറച്ച് മാത്രമേ അകത്തേക്ക് കൊണ്ടുവരണുള്ളൂ. ഇത് വാടക വീടാണ്, ഇവിടെ അധികം പൂച്ചനൊന്നും അകത്ത് കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുറച്ചെണ്ണത്തിന് മാത്രം എനിക്ക് ഇവരില്ലാതെ പറ്റാത്തതുകൊണ്ടാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്നിട്ട് അവരവിടെ കൊണ്ടുവിടും. അതേമാതിരി കുട്ടാപ്പിന് കൂട്ടിലിടുമ്പോൾ ഇവരിനെ പുറത്താക്കും, ഇവരിനെ കൂട്ടിലിടുമ്പോൾ കുട്ടാപ്പിന് പുറത്താക്കും, അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് കൂട്ടിന് തുറന്നു കഴിഞ്ഞാൽ എന്തൊരു തല്ലുകൂട്ടിലായിരിക്കും എന്നറിയോ. കുട്ടാപ്പി കൂട്ടിൽ കിടക്കണവനെ കയറി തല്ലാൻ വരുന്നുണ്ട്. ഇപ്പോൾ വലിയ സിംബ അവിടെ ഉള്ളത് കൂട്ടിൽ, അവന് ഷെഡിൽ ഇറക്കി വിട്ടിട്ടില്ല. എന്താ വെച്ചാൽ ഈ ചെറിയ സിംബയും മറ്റുള്ള പൂച്ചക്കുട്ടികളൊക്കെ തല്ലും. അവൻ ഭയങ്കര ഒരു തല്ലി പിടിക്കും, ഭയങ്കര ദേഷ്യക്കാരനാണ്. ഒരു പുലിനെ പോലെ അവൻ്റെ വലിപ്പം ഇതൊക്കെ ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം. ഞാൻ ഫുള്ളായിട്ടാണ് കൂട്ടിനകത്താണ് അവൻ ഇട്ട് വളർത്തുന്നത്. പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ മറ്റുള്ള പൂച്ചനെ കൊല്ലാനാക്കുകയാണ്. ഇപ്പം ഇക്ക് കണ്ടില്ല, ഫുഡ് കൊടുക്കാൻ പോയിട്ട് പാവത്തിന് നല്ലൊരു കടിയുണ്ട്. ഇതൊന്നും മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതൊക്കെ നമുക്ക് അവരിനോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ് അതൊക്കെ. ഇതുകൊണ്ട് അവരുടെ ബാത്റൂം പോകണ പാത്രമാണ്. കൂട്ടിൽ അതുമാതിരി പേപ്പർ കറക്റ്റായിട്ട് വിരിച്ച് കൊടുക്കും. ബാത്റൂം പോയിട്ട് ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് മാറ്റി കൊടുക്കും. അവരിനിപ്പോൾ നമ്മൾ കറക്റ്റ് എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുണ്ടാവും, ഇതിൻ്റെ കാര്യം നോക്കുന്നുണ്ട്. കുട്ടാപ്പി ഇവിടെ കിടക്കും. കോഴിക്കാൽ ആറാൻ വെച്ചത് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക. ഇപ്പം കൈ നല്ല സോപ്പിട്ട് കഴുകുന്ന നാളെ പോലെ അടിച്ചോട്ടെ. നോക്കട്ടെ, നല്ല പല്ലുള്ളൂ അല്ലേ, എന്താ ചെയ്യുക.